തന്റെ പാർട്ടിയുടെ രാജ്യസഭാ എം.പി. സ്വാതി മലിവാളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിട്ട സംഭവത്തിൽ നേരിട്ടുള്ള ആദ്യ പ്രതികരണവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി. മെയ് 13-ന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭാഗ് കുമാർ തന്നെ മർദ്ദിച്ചതായി മലിവാൾ ആരോപിച്ചിരുന്നു. കുമാർ തന്നെ നെഞ്ചിലും വയറിലും ഇടുപ്പുഭാഗത്തും ചവിട്ടുകയും ക്രൂരമായി വലിച്ചിഴക്കുകയും ചെയ്തുവെന്ന് AAP നേതാവ് അവകാശപ്പെട്ടിരുന്നു. വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ അഭിമുഖത്തിൽ ആക്രമണം സംബന്ധിച്ച് പറയുന്നത് സബ് ജുഡീസ് ആണെന്നും അതിനെക്കുറിച്ച് താൻ അഭിപ്രായം പറയുന്നത് നടപടികളെ ബാധിക്കുമെന്നും AAP മേധാവി പറഞ്ഞു. എന്നാൽ നീതിയുക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത്. നീതി ലഭിക്കണം. സംഭവത്തിന്റെ 2 പതിപ്പുകളുണ്ട്. 2 പതിപ്പുകളും പോലീസ് നീതിപൂർവ്വം അന്വേഷിക്കണം, നീതി നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് സ്വാതി മലിവാൾ തന്നെ BJP ഏജന്റ് എന്ന് വിളിച്ചയാൾ ഇപ്പോൾ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം ആവശ്യപ്പെടുന്നത് വിരോധാഭാസമാണെന്ന് അഭിപ്രായപ്പെട്ടു. നേതാക്കളുടെയും അണികളെയും മുഴുവൻ തനിക്ക് നേരെ അഴിച്ചുവിട്ട ശേഷം എന്നെ BJP ഏജന്റ് എന്ന് വിളിച്ച് എൻ്റെ സ്വഭാവഹത്യ നടത്തിയതെന്നും വീഡിയോ കോൾ ചോർത്തുകയും എഡിറ്റ് ചെയ്ത് നാണം കെടുത്തിയതായും സ്വാതി മലിവാൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഡ്രോയിങ് റൂമിൽ വെച്ച് എന്നെ മർദ്ദിച്ചു. ഒടുവിൽ ഈ വിഷയത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്ന് MP Xൽ കുറിച്ച ഒരു പോസ്റ്റിൽ പറഞ്ഞു. മലിവാളിന് നേരെയുണ്ടായ ആക്രമണം ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനുമെതിരെ ആക്രമണത്തിന് BJPക്ക് നല്ല ആയുധമായിരുന്നു. ഈ വിഷയത്തിൽ കെജ്രിവാളിന്റെ മൗനത്തെ ചോദ്യം ചെയ്ത പാർട്ടി അധ്യക്ഷൻ JP നദ്ദ ഇത് അദ്ദേഹത്തിന്റെ ഇരട്ട സ്വഭാവവും ഇരട്ടത്താപ്പുമാണെന്ന് പറഞ്ഞിരുന്നു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയും കെജ്രിവാളിനെ വിമർശിച്ചിരുന്നു. വിമർശനങ്ങൾക്ക് പിറകെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ.